ഹായ്, വെൽക്കം ബാക്ക്. ഇപ്പം ഇന്നത്തത് ഒരു റാൻഡം ഡേ വ്ളോഗാണ്. മഴയൊക്കെ ആയിട്ട് ലീവ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്ലാസ് ഇല്ലാത്തൊരു ഡേ ആയിരുന്നു. എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് പിന്നെയും ക്ലീൻ ചെയ്യേണ്ടി വരുന്ന ആ ഒരു ഏരിയ ആണ് ഈ ഒരു മിറർ കോർണർ പറഞ്ഞാൽ. അപ്പം അത് ക്ലീൻ ആക്കിയിട്ട് പിന്നെ മണി പ്ലാന്റിനൊക്കെ വാട്ടർ റീഫിൽ ചെയ്യാൻ വിചാരിച്ചു. 2 വീക്സ് ഒക്കെ കൂടുമ്പോഴാണ് ഇതിന് ഇങ്ങനെ റീഫിൽ ചെയ്യേണ്ടി വരാറ്. പിന്നെ ഇപ്പം ഞാൻ കുറേ ആയി വാട്ടർ കളറിങ് ഒക്കെ ചെയ്തിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു വാട്ടർ കളറിങ് പെയിന്റിങ് ചെയ്യാന്ന്. അപ്പം അത് ചെയ്യാന്ന് വിചാരിച്ചപ്പോൾ ഫസ്റ്റ് തന്നെ എൻ്റെ മൈൻഡിലേക്ക് വന്നത് ഈ ഒരു ലില്ലി ഫ്ലവറിൻ്റെ ആയിരുന്നു. അപ്പം ഞാൻ പിൻട്രസ്റ്റിൽ പോയിട്ട് എൻ്റെ റെഫറൻസ് പിക്കൊക്കെ നോക്കി. അപ്പം അതിൽ എനിക്ക് ഇഷ്ടമായത് ഈ ഒരു പിക്കായിരുന്നു. അപ്പം ഞാൻ വാട്ടർ കളർ പെയിൻറ്റിങ് ഒക്കെ ചെയ്യുന്നത് ഈ ഒരു ബുക്കിലാണ്. അപ്പം ഞാൻ അധികവും ഷോർട്സിലാണ് ഇങ്ങനത്തെ വാട്ടർ കളർ പെയിൻറ്റിങ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാറുള്ളത്. ലോങ് വീഡിയോയിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതുകൊണ്ട് സ്കെച്ച് ചെയ്യുന്ന എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വരച്ചതിൻ്റെ ഒക്കെ ഇറേസർ യൂസ് ചെയ്തിട്ട് മായ്ച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ആ ഒരു സ്കെച്ചിൻ്റെ ഔട്ട്ലൈൻ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ പെയിൻറ്റിങ് ചെയ്തപ്പോൾ എക്സാക്റ്റ് ആ ഒരു പിക്ചറിലുള്ള പോലെ തന്നെയൊന്നല്ല. കളറ് ഇങ്ങനെ മാച്ചിങ് ചെയ്തിട്ട് ഏകദേശം ഒരു ലില്ലീൻ്റെ ഒക്കെ ഒരു മോഡലായിട്ടുണ്ട്. കറക്റ്റായിട്ട് ആ ഒരു ലില്ലീൻ്റെത് ഫീൽ ചെയ്തത് അതിൻ്റെ സെൻറ്ററിലുള്ള ആ ഒരു റെഡ് പോലത്തെ സാധനം കൂടെ ഫില്ല് ചെയ്തപ്പോഴാണ്. അപ്പോൾ വരച്ച് കഴിഞ്ഞപ്പം അതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു കാണാൻ. പിന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് കുറച്ച് മുന്നേ ആണ്. അപ്പോൾ ഓഗസ്റ്റ് സ്റ്റാർട്ടൊക്കെ ചെയ്തപ്പോൾ എടുത്തതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഞാൻ കലണ്ടറൊക്കെ ഈ ഒരു മന്തിലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തു. ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം ഒരു മിഡ് ഇയറിലേക്ക് ഒരു ജേർണൽ സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. ശരിക്കും ഈ ഒരു വീഡിയോ ജൂൺ ജൂലൈയിലൊക്കെ എടുക്കേണ്ടതാണ്. ഈ ഒരു ജേർണൽ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഇയർ സ്റ്റാർട്ടൊക്കെ ചെയ്യുമ്പം ആ ഒരു ഇയറിലേക്ക് വേണ്ടിയിട്ട് ഗോൾസും ലെറ്ററൊക്കെ ഇത് സെറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അത് മിഡ് ഇയർ ആവുമ്പം അതൊന്നും കൂടെ റീക്രിയേറ്റ് ചെയ്യുന്ന പോലെ. ഇപ്പോൾ 6 months ബിഫോർ ഉണ്ടായിരുന്ന കാര്യങ്ങളൊന്നും ആവില്ല ഇപ്പോൾ നമ്മളെ മൈൻഡിൽ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ലെറ്റർ ഇൻക്ലൂഡ് ചെയ്തിട്ട് പിന്നെ ഇനി എന്തൊക്കെ നമ്മുടെ ഗോൾസ് അങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഒരു മിഡ് ഇയർ പ്ലാനർ അല്ലെങ്കിൽ ഒരു ജേർണൽ പോലെ സെറ്റ് ചെയ്യാണ്. അപ്പോൾ ബ്രഷ് പെൻ യൂസ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇതേപോലെ ലൈൻസ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മിഡ് ഇയറിൽ നടന്നിട്ടുള്ള കാര്യങ്ങളും പിന്നെ ഒരു 4 months കൂടെ കഴിഞ്ഞ ഒരു പുതിയ ഇയറും കൂടെ ആയി. അപ്പോൾ ആ ഒരു 4 months വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ലെറ്റർ ചെയ്താണ് ചെയ്യുന്നത്. പിന്നെ ഒരു ലോങ് വീഡിയോ ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്, ഒരു സീരീസ് പോലെ. അതെന്ന് വെച്ചാൽ ഓരോ കളർ തീമിലും വ്ളോഗ്സ് എടുക്കുന്ന ആ ഒരു ടൈപ്പാണ്. ഇപ്പോൾ റെഡ് തീമിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്ളോഗ് മൊത്തമായിട്ടൊരു റെഡ് വൈബിലാക്കി എടുക്കുക, അങ്ങനത്തെ ഒന്ന്. അപ്പം നിങ്ങളെ സജഷൻ എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഏത് കളറിലാണ് വ്ളോഗ് ചെയ്യേണ്ടതെന്നും കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു സൈഡിലായിട്ടാണ് ഞാൻ എൻവെൽപ്പ് ഒട്ടിച്ചു കൊടുത്തത്. പിന്നെ ഈ ഒരു ഇയറിലേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഈ ഒരു ഗോൾസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ജേർണൽ സ്പ്രെഡ്. അപ്പം ഈ ഒരു സ്പ്രെഡിൽ ഞാൻ ഗോൾസ് ഒന്നും പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആ ഒരു ലെറ്ററിൻ്റെ മേലെ മിഡ് ഇയർ റീസെറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ടെക്സ്റ്റ് ആയിട്ട് ചെയ്യാൻ വിചാരിച്ചു. പിന്നെ നെക്സ്റ്റ് പേജിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വിചാരിക്കുന്ന ഇൻസ് ആൻഡ് ഔട്ട്സ് പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ ഇൻസ് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഔട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഔട്ട്സിൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഒട്ടിച്ച് കൊടുത്തിട്ട് അതിൽ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കായിരിച്ചു. അപ്പോൾ ജേർണലൊക്കെ ചെയ്യുമ്പം ഏറ്റവും കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്ന ഒരു പാർട്ട് പറഞ്ഞാൽ ഇതിലിങ്ങനെ ഏതൊക്കെ സ്റ്റിക്കർ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം കുറേ ടൈം എനിക്ക് അതിലാണ് പോകാറുള്ളത്, ഓരോന്ന് സെലക്ട് ചെയ്ത് അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ജേർണലൊക്കെ ചെയ്യുമ്പം കുറച്ചും കൂടെ വെറൈറ്റി ലുക്ക് കിട്ടാൻ ഇതേപോലെ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ പീസസ് നല്ല രസമുണ്ടാവും. അതേപോലെ തന്നെ ഇതേപോലെ ക്ലിപ്പ് വരുന്നതും അടിപൊളിയായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇൻസ് ഔട്ട്സ് എന്ന് പറഞ്ഞതിൽ എനിക്ക് കുറേ കാര്യങ്ങളൊന്നും ഇടയായില്ലായിരുന്നു. 3-4 കാര്യങ്ങളും ഉണ്ടായിരുന്നുള്ളൂ. അതും ഫേവറേറ്റ് ആയിട്ടുള്ളത് ഔട്ട്സ് ആയിരുന്നു എനിക്ക് കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു സ്റ്റാറിൻ്റെ സ്റ്റിക്കേഴ്സും അടിപൊളിയാണ് ഇങ്ങനെ ജേർണലിങ്ങും ഒക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ഫൈനലായിട്ട് ഞാൻ അതും കൂടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഫൈനൽ ലുക്ക് ഉണ്ടായിരുന്നത്. ഈ ഒരു ജേർണൽ ബുക്ക് പറഞ്ഞാൽ ഈ ഒരു ഇയറിൻ്റെ സ്റ്റാർട്ടിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് പേജും കൂടെ ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ജേർണൽ കംപ്ലീറ്റ് ആവും. പിന്നെ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞാൻ ഫിലിമൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഒരു മിനി റാൻഡം ഡേ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്.